Stay tuned to Kids Corner and set free from all tensions and worries. തോംസുട്ടി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താടാ? എൻ്റെ ചേട്ടനെ ഇന്നലെ പോലീസ് പിടിച്ചു. അതെന്തിനാ? എൻ്റെ ചേട്ടന് ഹെൽമെറ്റ് വെക്കാൻ ഭയങ്കര മടിയാ. മുടിയൊന്നും പറഞ്ഞ് ഒരിക്കലും ഹെൽമെറ്റ് വെക്കാറില്ല. ഇന്നാളെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ചേട്ടൻ ബൈക്ക് അപകടത്തിൽ മരിച്ചു. എല്ലാവരും പറയുന്നത് ഹെൽമെറ്റ് വെച്ചായിരുന്നെങ്കിൽ മരിക്കില്ല എന്നായിരുന്നു. ഗവൺമെൻറ് ഹെൽമെറ്റ് വെക്കണം എന്ന് പറയുന്നത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയല്ലേ? നിയമം നിയമം. ഓ, ഇനി സ്വർഗത്തിലുണ്ടാവോ? പ്രൈസ് ഗോഡ്. ഇന്നത്തെ കിഡ്സ് കോർണറിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ എല്ലാവരും ക്രിസ്മസ് ഒക്കെ ആഘോഷിച്ച് അടിച്ചു പൊളിച്ച് തിരിച്ചു വന്നിരിക്കുകയാണ് അല്ലേ? ആഘോഷിച്ചോ നന്നായിട്ട്? അങ്കിള് കഴിഞ്ഞ ആഴ്ച നമുക്ക് പറഞ്ഞു തന്ന പോലെയൊക്കെ തന്നെയാണോ ആഘോഷിച്ചത്? നമ്മളത് ആഘോഷിച്ചപ്പോൾ അങ്ങനെ നമ്മൾ അതിൻ്റെ ക്രിസ്മസിൻ്റെ അർത്ഥം മനസ്സിലാക്കി ആഘോഷിച്ചപ്പോൾ കുറച്ചും കൂടെ സന്തോഷമായി അല്ലേ? ഏതായാലും ഇന്നത്തെ എപ്പിസോഡ് നമുക്കിവിടെ തുടങ്ങാം. അപ്പുക്കുട്ടൻ്റെ ഇന്നത്തെ സംശയം കേട്ടോ? ഇന്നത്തെ സംശയം ഇതാണ്: സ്വർഗത്തിലും റൂൾസ് അല്ലെങ്കിൽ നിയമങ്ങൾ ഉണ്ടോ? നമുക്കപ്പോൾ അതൊന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ ഇന്നത്തെ വചനവും സുകൃത ജപവും പഠിക്കാം. ഇന്നത്തെ വചനം 1 സങ്കീർത്തനം 2 വാക്യമാണ്. അവൻ്റെ ആനന്ദം കർത്താവിൻ്റെ നിയമത്തിലാണ്, രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കും. അപ്പോൾ ഒന്ന് റിപ്പീറ്റ് ചെയ്യോ? അവൻ്റെ ആനന്ദം കർത്താവിൻ്റെ നിയമത്തിലാണ്, രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കും. ഇനി സുകൃത ജപം. കർത്താവെ, അങ്ങയുടെ നിയമങ്ങൾ പാലിക്കുന്നതിൽ ആനന്ദം കണ്ടെത്താൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, അങ്ങയുടെ നിയമങ്ങൾ പാലിക്കുന്നതിൽ ആനന്ദം കണ്ടെത്താൻ ഞങ്ങളെ സഹായിക്കണമേ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അങ്കിളുടെ അടുത്തേക്ക് പോവാം. ഇന്ന് നമുക്കൊരു പുതിയ അങ്കിളാണ്. അങ്കിളുടെ പേര് നവീൻ ജോസഫ്. അങ്കിൾ കോട്ടയത്തു നിന്നാണ്, പക്ഷേ ഇപ്പോൾ ഇവിടെ ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യുന്നു. കാക്കനാട് നിന്ന് വരുന്നു. അപ്പം അങ്കിളിനോട് നിങ്ങളുടെ സംശയങ്ങളൊക്കെ ചോദിച്ചോളൂ. അങ്കളെ, എന്തിനാണ് 10 കൽപ്പനകൾ തന്നിരിക്കുന്നത്? അത് മോനെ, നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ നല്ല രീതിയിൽ ജീവിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരു ദൈവമാണ് നമ്മൾക്ക് ഈ കൽപ്പനകൾ നൽകിയിരിക്കുന്നത്. എല്ലാ ദിവസവും നമ്മൾ റോഡിലിറങ്ങി കളിക്കാൻ പോകുമ്പോൾ, സ്കൂളിൽ പോകുമ്പോഴൊക്കെ നമ്മുടെ വീട്ടിലുള്ള അപ്പച്ചനും അമ്മച്ചിയും അപ്പയും അമ്മയും ഡാഡിയും മമ്മിയൊക്കെ നമ്മളോട് പറയത്തില്ല, മോനെ അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, മോനെ അതിലേക്കൂടെ പോയി ചാടരുത്, വീണു പോകും, കാലുമുറിയും, ചോര വരും, കൈയൊടിയും എന്നൊക്കെ പറയത്തില്ലേ? ഇത് പറയുന്നത് എന്തിനാ? നമുക്ക് അപകടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ? നമ്മൾ നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾക്ക് അപകടമൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി, നമ്മൾക്ക് വീഴ്ചകൾ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം എല്ലാവർക്കും കൽപ്പന നൽകിയത്. ഈ കൽപ്പനകൾ ദൈവം പറയുന്നത് പോലെ ജീവിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഏറ്റവും നല്ല രീതിയിൽ ജീവിക്കാൻ സാധിക്കും. നമുക്ക് ഒന്നും പറ്റില്ല, അപകടം ഒന്നും പറ്റില്ല, നമുക്ക് വീഴ്ചകളുണ്ടാവില്ല. അതുകൊണ്ട് തന്നെയാണ് ദൈവം 10 കൽപ്പനകൾ നമുക്ക് എല്ലാവർക്കും നൽകിയിരിക്കുന്നത്. അങ്കളെ, നിയമങ്ങൾ എല്ലാവർക്കും ബാധകമാണോ? ഇപ്പം എല്ലാവർക്കും ബാധകമാണ് മോളെ. ഇപ്പം ഈ മോനോട് പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ നമ്മുടെ അപ്പന്മാരും അമ്മമാരും നമ്മുടെ ഡാഡിയും മമ്മിയൊക്കെ നമുക്ക് ആർക്കും അപകടം ഉണ്ടാകരുതെന്ന് ആഗ്രഹിക്കുന്ന പോലെ തന്നെ നമ്മുടെ ദൈവം നമുക്ക് ആർക്കും അപകടം ഉണ്ടാകരുതെന്ന് ആഗ്രഹിച്ചാണ് കൽപ്പനകൾ തന്നിരിക്കുന്നത്. ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഇന്ന് രാവിലെ പോരുമ്പോൾ നീ ഇങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞില്ലെങ്കിലും നമുക്ക് ഇന്നലെ പറഞ്ഞ എൻ്റെ പപ്പ പറഞ്ഞ എൻ്റെ മമ്മി പറഞ്ഞ കാര്യങ്ങൾ ഇന്നും പാലിക്കാനായിട്ട് ദൗത്യമുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഒരേപോലെ നിയമങ്ങൾ പാലിക്കണം. എൻ്റെ ചെറുപ്പത്തിൽ ഞാനിപ്പോൾ ഓർക്കുമായിരുന്നു, ഞങ്ങളുടെ വീടിന് ചുറ്റിനും ഒരു മതിലുണ്ട്. ആ മതിലിൻ്റെ മുകളിൽ കമ്പി ഉണ്ടായിരുന്നു, കുപ്പിച്ചില്ലുണ്ടായിരുന്നു, ഈ കള്ളന്മാർ കയറാതിരിക്കാൻ വേണ്ടിയൊക്കെ വെച്ചിരുന്നത്. ഈ കുപ്പിച്ചില്ലിൻ്റെ മുകളിൽ കൂടെ ചാടരുതെന്നൊക്കെ എൻ്റെ അപ്പം അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ കൂട്ടുകാരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു ദിവസം ഈ പറഞ്ഞത് കേൾക്കാതെ അതിൻ്റെ മേളിൽ കൂടെ ചാടിയിട്ട് കാല് മുഴുവൻ മുറിഞ്ഞ്, എൻ്റെ കാലിൻ്റെ ഒരു അറ്റം മുഴുവൻ മുറിഞ്ഞ് ചോര വന്ന് ഒരുപാട് ഹോസ്പിറ്റലിലൊക്കെ പോകേണ്ടി വന്നു. അപ്പോൾ അതേപോലെ തന്നെ അവിടെയുള്ള എല്ലാ കുട്ടികളോടും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ അതിൽ ചാടരുത്, മതിൽ ചാടരുത്, കാല് മുറിയും കൈയൊടിയും എന്നൊക്കെ പറഞ്ഞു. ഈ പറഞ്ഞത് കേൾക്കാതെ പോയത് കൊണ്ട് എൻ്റെ കാല് മുറിഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അതുകൊണ്ട് ദൈവം നൽകിയിരിക്കുന്ന ഈ കൽപ്പനകൾ എല്ലാവർക്കും ബാധകം. ആരുടെയും കാല് മുറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം, ആർക്കും അപകടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം ഇതുപോലെ കൽപ്പനകൾ എല്ലാവർക്കും നൽകിയിരിക്കുന്നത്. അങ്കിളെ, ആരും കാണില്ല, പിടിക്കപ്പെടാൻ യാതൊരു സാധ്യതയുമില്ല. അപ്പോൾ കൽപ്പനകൾ തെറ്റിക്കുന്നതിൽ വല്ല കുഴപ്പമുണ്ടോ? മോള് നമ്മുടെ റോഡിലൂടെയൊക്കെ ബസ്സിലൊക്കെ പോകാറുള്ളതല്ലേ, കാറിലൊക്കെ പോകാറുള്ളതല്ലേ? അപ്പോൾ ഈ റോഡിൽ പോലീസുകാർ പറയത്തില്ല അങ്ങനെ അവിടെ പാർക്ക് ചെയ്യരുത്, സിഗ്നൽ കാണുമ്പം അങ്ങനെ തിരിച്ചു പോകണം, അങ്ങനെയൊക്കെ പറയുന്നത് എന്തിനാ? അപ്പം അങ്ങനെ പറയുന്നത് ആ റോഡിലൂടെ പോകുന്ന എല്ലാവർക്കും
അപകടം ഉണ്ടാകാതെ പോകാൻ വേണ്ടിയിട്ടാണ് റോഡിൽ ഇങ്ങനെ നിയമങ്ങൾ വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ആരും കാണുന്നില്ലെങ്കിലും ആർക്കും അപകടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും നല്ല രീതിയിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഈ ദൈവം കൽപ്പനകൾ നമുക്ക് നൽകിയിരിക്കുന്നത്. ആരും കാണുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ അത് തെറ്റിക്കാൻ നിന്ന് കഴിഞ്ഞാൽ എങ്ങനെയോ നമ്മളുടെ ജീവിതത്തിൽ അപകടം കയറി വരും, നമ്മൾ വീണു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആരും കാണാത്തപ്പോഴും നമ്മൾ ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കണം. ചില ആളുകളൊക്കെ പോലീസുകാർ കാണുന്നില്ല എന്നും പറഞ്ഞ് ഡ്രൈവ് ചെയ്യുമ്പം മൊബൈൽ ഫോണിൽ കൂടെ സംസാരിച്ച് അപകടം ഉണ്ടായി എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ പത്രത്തിൽ വായിക്കാറില്ലേ? ആരെങ്കിലും കാണുന്നുണ്ടായിട്ട് അവർ ഫോൺ ചെയ്തതല്ല. ആരും കാണുന്നില്ല, പോലീസുകാരില്ല എന്ന് പറഞ്ഞ് ഫോൺ ചെയ്തതല്ല. അവരാരും കാണുന്നില്ലല്ലോ എന്നോർത്ത് ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഫോൺ ചെയ്ത് കാർ ആക്സിഡൻ്റായി, കുട്ടികൾക്ക് അപകടം ഉണ്ടായി, ആളുകൾക്കൊക്കെ കൈയും കാലും ഒടിഞ്ഞു, അങ്ങനെ വലിയ അപകടങ്ങൾ ഉണ്ടായതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കാണാം. അതുപോലെ തന്നെ ദൈവം നൽകിയിരിക്കുന്ന കൽപ്പനകൾ ആരും കാണുന്നില്ലെങ്കിലും നമ്മൾ പാലിച്ചു കഴിഞ്ഞാൽ എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയിട്ട് അത് വന്നു തീരും. അപ്പോൾ അതുകൊണ്ട് കൽപ്പനകൾ ആരും കാണുന്നില്ലെങ്കിലും ആരും നോക്കാനില്ലെങ്കിലും നമ്മുടെ ഉള്ളിൽ അത്, ഹൃദയത്തിൽ അത് സൂക്ഷിച്ചുകൊണ്ട് നമ്മൾ ആ കൽപ്പനകളെല്ലാം പാലിക്കണം. ആദ്യ കുർബാന സ്വീകരിക്കാത്ത കുട്ടികൾക്ക് 10 കൽപ്പനകൾ ബാധകമാണോ? ആദ്യ കുർബാന സ്വീകരിക്കാത്ത കുട്ടികൾക്കും ഈ കൽപ്പനകളെല്ലാം പാലിക്കുന്നതല്ലേ നല്ലത്? നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, കുട്ടികൾ എല്ലാവരും നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം നമുക്ക് കൽപ്പനകൾ നൽകിയിരിക്കുന്നത്. ആരും ആദ്യ കുർബാന സ്വീകരിച്ചവരും സ്വീകരിക്കാത്തവരും ആയ കുട്ടികളെല്ലാം നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് കൽപ്പന നൽകിയിരിക്കുന്നത്. ഇപ്പം മോനോട് പറഞ്ഞു, മോനെ നീ ആ മതിലിൻ്റെ മേളിൽ കൂടെ ചാടരുത്, നിൻ്റെ കൈ ഒടിയും കാലൊടിയും എന്ന് പറഞ്ഞ ഇതേ കൽപ്പന വേറൊരു മോൻ ചാടിയാലും, ആദ്യ കുർബാന സ്വീകരിക്കാത്ത ഈ മോൻ ചാടിയാലും കൈ ഒടിയത്തില്ലേ, കാലൊടിയത്തില്ല. അപ്പം നമ്മളെ കൂട്ടുകാരോടും ചെറിയ കുട്ടികളോടും ഒക്കെ നമ്മളിത് പറഞ്ഞു കൊടുക്കുകയും വേണം. മോനെ ഇങ്ങനെ ചെയ്യരുതെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്, നമ്മൾ അങ്ങനെ ചെയ്താൽ നമുക്ക് അപകടം ഉണ്ടാകും, നമ്മുടെ കൈ പൊട്ടും കാല് പൊട്ടും, നമുക്ക് അപകടം ഉണ്ടാകും എന്ന് പറയണ പോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് ദൈവം നൽകിയിരിക്കുന്ന കൽപ്പനകളാണ്. അപ്പോൾ എല്ലാവർക്കും ഒരേപോലെ ഈ കൽപ്പനകൾ ബാധകമാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ അത് സൂക്ഷിക്കണം. ഞാൻ ആദ്യ കുർബാന സ്വീകരിച്ചിട്ടില്ല, ഞാൻ അങ്ങനെ ചെറിയ കുട്ടിയാണ്, എനിക്ക് എന്തും ചെയ്യാം എന്നൊന്നും ചിന്തിക്കാതെ നമ്മളെപ്പോഴും ദൈവത്തിന് ഇഷ്ടമുള്ള കുട്ടികളായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് ഈ കൽപ്പനകളെല്ലാം പാലിക്കുന്നവരാണ്. അങ്കളെ, ഈ 10 കൽപ്പനകൾ പാലിച്ചില്ലെങ്കിൽ സ്വർഗത്തിൽ പോകൂലേ? മോനെ ഒത്തിരി ഇഷ്ടമുള്ള മോൻ്റെ വീട്ടിലുള്ള മോൻ്റെ ഡാഡി മമ്മിയൊക്കെ ആ ഡാഡി പറയണത് മമ്മി പറയണത് പോലെയും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അവർക്ക് വിഷമാവില്ലേ? നമ്മുടെ വീട്ടിലെല്ലാം അങ്ങനെയല്ലേ? നമ്മളെ ഒത്തിരി സ്നേഹമുള്ള നമ്മുടെ വീട്ടിലുള്ളവർ, നമ്മളെ ഒത്തിരി സ്നേഹിക്കുന്ന ആളുകളൊക്കെ നമ്മളോട് പറയുന്നത് നമ്മൾ ചെയ്തില്ലെങ്കിൽ അവർക്ക് വിഷമമാവും. അതുപോലെ തന്നെയാണ് ദൈവം നമുക്ക് ഈ കൽപ്പനകളെല്ലാം തന്നേക്കുന്നത്. ഈ 10 കൽപ്പനകൾ പാലിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ, ദൈവം നൽകിയിരിക്കുന്ന കൽപ്പനകൾ പാലിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന് ഒത്തിരി സന്തോഷമാകും. കാരണം അവസാനം നമ്മളെല്ലാം ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലാനുള്ളവരാണ്. ഈ കൽപ്പനകൾ ഏറ്റവും നല്ല രീതിയിൽ പാലിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ എത്തിച്ചേരാൻ സാധിക്കും. അങ്ങനെ നമ്മളുടെ കൂടെയുള്ളവരെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തിച്ചേർക്കാൻ സാധിക്കും. അപ്പം കൽപ്പനകളെല്ലാം പാലിച്ച് ജീവിക്കുന്നവരാണ് എത്രയും വേഗം ദൈവത്തിൻ്റെ അടുത്തേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുന്നത്. ഇന്ന് അങ്കിളിനോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഭയങ്കര ഒരു റിലീഫായല്ലേ? നമ്മുടെ ലൈഫിൽ ഭയങ്കര ഒരു ഭാരമായിരുന്നു ഈ നിയമങ്ങൾ, നമ്മൾ ഒത്തിരി അത് ഡിസ്റ്റർബ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഇന്ന് പക്ഷെ അങ്കിളിനോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഈ നിയമങ്ങൾ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ളതാണെന്ന്. അപ്പോൾ ഇനി സന്തോഷത്തോടുകൂടി നമ്മളത് പാലിക്കാൻ ശ്രമിക്കും. നമുക്കത് പാലിക്കാൻ പറ്റണേന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയും വേണം. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് നമുക്കൊരു ആക്ഷൻ സോങ് പഠിക്കാം. അപ്പോൾ വചനവും സുഖിച്ചപ്പേറ്റ് പറയോ? 1-ാം സങ്കീർത്തനം 2-ാം വാക്യം. അവന്റെ ആനന്ദം കർത്താവിന്റെ നിയമത്തിലാണ്, രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കും. ഇനി സുകൃത ജപം. കർത്താവേ, അങ്ങയുടെ നിയമങ്ങൾ പാലിക്കുന്നതിൽ ആനന്ദം കണ്ടെത്താൻ ഞങ്ങളെ സഹായിക്കണമേ.
അടിപൊളി ആക്ഷൻ സോങ് കണ്ടു അല്ലേ? ഇനി നമുക്ക് അമ്മാമ്മയുടെ അടുത്തേക്ക് പോവാം. അമ്മാമ്മക്ക് നിങ്ങളുടെ അടുത്ത് നിന്നൊരു അടിപൊളി നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സെയിൻറ്റിനെ കുറിച്ചാണ് പറയാനുള്ളത്. ഞാനതിപ്പോൾ സസ്പെൻസ് ആയിട്ട് വെക്കാം, ഞാനായിട്ട് പൊളിക്കുന്നില്ല. നമുക്ക് അമ്മാമ്മയുടെ അടുത്ത് തന്നെ പോയി ചോദിക്കാം. അപ്പോൾ വേഗം വചനവും സുഖജപേറ്റ് പറയാം. 1-ാം സങ്കീർത്തനം 2-ാം വാക്യം. അവന്റെ ആനന്ദം കർത്താവിന്റെ നിയമത്തിലാണ്, രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കും. ഇനി സുകൃത ജപം. കർത്താവേ, അങ്ങയുടെ നിയമങ്ങൾ പാലിക്കുന്നതിൽ ആനന്ദം കണ്ടെത്താൻ ഞങ്ങളെ സഹായിക്കണമേ. ഓക്കെ. ഡൊമിനിക് സാവിയോയെ പറ്റി കേട്ടിട്ടുണ്ടോ? എത്ര വയസ്സിലാണെന്നോ പുള്ളി വിശുദ്ധനായത്? 15 വയസ്സുള്ളപ്പോൾ വിശുദ്ധനായി. ചെറുപ്പം മുതലേ ദൈവസ്നേഹത്തിലും ദൈവഭക്തിയിലും മാതാപിതാക്കളോടുള്ള സ്നേഹത്തിലും ഒക്കെയാണ് വളർന്നു വന്നത്. ചെറുപ്പത്തിലെ ആ ത്രികാല ജപം, അതുപോലെ തന്നെ രാത്രികാല ജപം, കാലത്ത് എഴുന്നേൽക്കുമ്പോഴുള്ള പ്രഭാത ജപം, ഇതൊന്നും മുടക്കാറില്ല. എപ്പോഴും ആ ദൈവസ്നേഹത്തിൽ ജീവിച്ച് തനിക്ക് സ്വർഗരാജ്യം കൈവരിക്കണം എന്നുള്ള ചിന്തയിലാണ് വളർന്നു വന്നത്. ഒരു ദിവസം അപ്പൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ അപ്പനെ അങ്ങോട്ട് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞ്, അപ്പൻ എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടല്ലേ, ഞാൻ എന്നും അപ്പൻ്റെയും അമ്മയുടെയും ആരോഗ്യത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും, ഞാനൊരു നല്ല കുട്ടിയാകാനും പ്രാർത്ഥിക്കും. നിങ്ങളൊക്കെ അങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടോ? പ്രാർത്ഥിക്കണം, അങ്ങനെ പ്രാർത്ഥിച്ച് നേടിയെടുക്കണം. അതുപോലെ തന്നെ ആദ്യ കുർബാന സ്വീകരണത്തിൻ്റെ തലേ ദിവസം അമ്മേനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞ്, അമ്മേ, ഞാൻ ഇന്ന് വരെ ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളും എല്ലാ കുറ്റങ്ങളും അമ്മ എന്നോട് ക്ഷമിക്കണം. നാളെ ഞാൻ ഈശോയെ സ്വീകരിക്കാൻ പോവുകയാണ്, ഇനി ഞാനൊരു നല്ല കുട്ടിയായിട്ട് ജീവിക്കും എന്ന് പറഞ്ഞ് അന്ന് മുതൽ നല്ല കുട്ടിയായിട്ട് തന്നെയാണ് ജീവിച്ചത്. ഒരു ദിവസം ഒരച്ഛൻ പിള്ളേരെല്ലാവരും ഇങ്ങനെ കളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അച്ഛൻ ചോദിച്ച്, എല്ലാവരോടും ചോദിച്ചു, ഓരോരുത്തരോടായിട്ട് ചോദിച്ച്, ഇന്ന് നിങ്ങൾ മരിക്കുകയാണെങ്കിൽ സ്വർഗത്തിൽ പോവുക? സ്വർഗത്തിൽ പോകാനായിട്ട് ആരൊക്കെ തയ്യാറെടുത്തിട്ടുണ്ട്? ഇപ്പം മരിക്കുമെന്ന് തോന്നിയാൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്യാൻ പോണത് എന്ന് ചോദിച്ചു. അപ്പോൾ ഓരോരുത്തരും പറഞ്ഞ്, ഒരാൾ പറഞ്ഞ് ഞാൻ ഓടിപ്പോയി പള്ളിയിൽ പോയി പ്രാർത്ഥിക്കും, മറ്റേയാൾ പറഞ്ഞ് ഞാൻ ഓടിപ്പോയി കുമ്പസാരിക്കും, വേറൊരാൾ പറഞ്ഞ് ഞാൻ പോയി എല്ലാവരോടും ക്ഷമ ചോദിച്ച് അവരൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയും. അപ്പോൾ ഡൊമിനിക് സാവിയോനോട് ചോദിച്ച്, നീ എന്താ ചെയ്യാൻ പോണ, നീ എന്ത് ചെയ്യും? അപ്പോൾ ഡൊമിനിക് സാവിയോ പറഞ്ഞ്, ഞാൻ കളിച്ചുകൊണ്ട് നിൽക്കും. അപ്പോൾ ഡൊമിനിക് സാവിയോ എന്നും ആ ചെറുപ്പം മുതലേ സ്വർഗരാജ്യത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് അവൻ അധികം നാൾ ഭൂമിയിൽ ജീവിക്കാൻ ദൈവം അനുവദിച്ചില്ല. 15 വയസ്സായപ്പോൾ ഒരസുഖം വന്ന് മരിച്ചു. ദൈവസ്നേഹത്തിലും മാതാപിതാക്കളോടുള്ള സ്നേഹത്തിലും അനുസരണയിലും പ്രാർത്ഥനയിലും ഒക്കെ വളർന്നു. നിങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കില്ലേ? ഇപ്പോഴത്തെ വിഷ്വല് കണ്ടില്ലേ? ഈ ക്യൂ തെറ്റിക്കൽ ഒരു മര്യാദകേടാണെന്ന് പോലും നമ്മുടെ നാട്ടിൽ ആർക്കും അറിയാത്തൊരവസ്ഥയിലാണ്. സത്യം പറഞ്ഞാൽ ക്യൂ പാലിക്കുക എന്നൊരു ബോർഡ് ആവശ്യമുണ്ടോ? ഇല്ല. എവിടെയെങ്കിലും ഒരു കൗണ്ടറിലായാലും എവിടെയായാലും ആൾക്കാർ അവരുടെ ചാൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പിന്നെയാണ് ചെല്ലുന്നതെങ്കിൽ നമ്മൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. അവർ കഴിഞ്ഞിട്ട് വേണ്ടേ നമ്മൾ പോകാൻ. നമ്മൾ ഈ കുമ്പസാരക്കൂടിൻ്റെ മുമ്പിൽ ക്യൂ തെറ്റിച്ച് കയറുന്ന കണ്ടിട്ടുണ്ട് അല്ലേ? നമ്മൾ ചിലവരത് ചെയ്തിട്ടും ഉണ്ടാകും. ഏതായാലും ഇനി അത് ചെയ്യരുത്. ഈശോയുടെ മക്കളായ നമ്മൾ ആ തെറ്റ് ചെയ്യില്ല. പ്രോമിസ് ആണോ? ഓക്കെ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ കഴിയാണ്. നമ്മളുടെ ഒരു വലിയ സംശയവും കഴിഞ്ഞു. അപ്പോൾ നമുക്ക് വചനവും സുകൃജപവും ഒന്നും കൂടെ ഏറ്റു പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. 1-ാം സങ്കീർത്തനം 2-ാം വാക്യം. അവൻ്റെ ആനന്ദം
കർത്താവിൻ്റെ നിയമത്തിലാണ്. രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കും. ഇനി സുകൃത ജപം. കർത്താവേ, അങ്ങയുടെ നിയമങ്ങൾ പാലിക്കുന്നതിൽ ആനന്ദം കണ്ടെത്താൻ ഞങ്ങളെ സഹായിക്കണമേ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ കഴിയാണ്. അടുത്ത ആഴ്ച കാണാം. അതുവരെ ബൈ.